മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബ്രേസ്ലെറ്റ്, അതായത് റെയിൻബോ ബ്രേസ്ലെറ്റ് ലൂം ബാൻഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് നമ്മളുടെ ലാസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിരുന്ന ആ കുട്ടി തന്നെയാണ്, അനു മോളാണ്. അവൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ലൂം ബാൻഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 25 rupees ആയിരുന്നു. ലൂം ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറേ റബ്ബർ ബാൻഡ്സ് ഇതുപോലെ വെറൈറ്റി കളർ, അതായത് റെയിൻബോ എന്ന് പറയുന്ന പോലെ തന്നെ കുറേ വെറൈറ്റി കളറിലുള്ള റബ്ബർ ബാൻഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ റബ്ബർ ബാൻഡിൻ്റെ കൂടെ നമുക്ക് ഒരു മേക്കിംഗ് സ്റ്റിക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഹുക്ക് പോലത്തെ ഒരു സ്റ്റിക്കും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നോർമൽ ഹുക്ക്, നമുക്കിത് കണക്ട് ചെയ്യാനുള്ളൊരു ഈ കളറുള്ളൊരു ഹുക്ക് ഉണ്ടാവും. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കൈ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യാം ഇത്. പിന്നെ 2 പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ മേക്കിംഗ് സ്റ്റിക്ക് കണ്ടില്ലേ, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ പല വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളൊരു കളർ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിനെ 8 പോലെ ഇട്ട് കൊടുക്കുക. 8 പോലെ പിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെ അത് വയ്ക്കാം. അതിന് ശേഷം വേറെ കളർ, അതായത് അടുപ്പിച്ചടുപ്പിച്ച് ഒരേ കളർ വരാണ്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പിങ്ക്, ഗ്രീന്, യെല്ലോ 3 കളർ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഏറ്റവും താഴെ നമ്മൾ 8 പോലെ പിരിച്ചിട്ട് കൊടുത്തില്ലേ, അത് നമ്മൾ ഹുക്ക് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഏറ്റവും മുകളിൽ ഈ രീതിയിൽ ഇങ്ങനെ നടുക്കോട്ടാക്കി കൊടുക്കുക. 2 സൈഡൊന്നും ആക്കി കൊടുക്കുക. കണ്ടോ? അതിനുശേഷം നമുക്ക് താഴെയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ഓരോന്ന് ഇടുമ്പോഴും താഴെന്ന് ഭാഗത്തുനിന്നൊന്ന് വലിച്ചു കൊടുക്കുക. വീണ്ടും ഇതുപോലെ നമ്മൾ ഇനിയിപ്പോൾ 8 പോലെ ഇടുന്നത് നമ്മൾ നോർമൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും താഴെയുള്ള ഭാഗം മുകളിലോട്ട് മിഡിൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക, 2 സൈഡിൽ നിന്നും. അതിനുശേഷം താഴേന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചും കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ നേരെ ഇടുക, ഒരെണ്ണം ഇട്ട് കൊടുക്കുക. താഴേന്ന് മുകളിലേക്ക് മിഡിൽ ഭാഗത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എത്ര ലെങ്ത്താണ് നമുക്ക് വേണ്ടത് ആ ലെങ്ത്തിൻ്റെ അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി കയ്യിലിടുക, നമ്മൾ കയ്യിലിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വിരലുകൾ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം 8 പോലെ എടുക്കുക. പിന്നെ 2 കളർ, വേറെ 2 കളർ എടുക്കുക. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് വലിച്ചതിന് ശേഷം മിഡിൽ ഭാഗത്തേക്ക് 2 സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്ക് ഇല്ലെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അതിന് ശേഷം മോൾ ഭാഗത്ത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അതിൽ ഏറ്റവും താഴെയുള്ളത് 2 കണക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഏറ്റവും താഴെ എന്നുള്ളതല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റിപ്പോകും. എന്നിട്ട് താഴേന്ന് ജസ്റ്റ് താഴോട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെൻസിൽ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ രീതി സെയിം രീതി തന്നെ ആദ്യം 8 പോലെ ഇടുക. പിന്നെ മുകളിൽ 2 കൂടി ഇടുക. താഴേന്ന് മുകളിലേക്ക് മിഡിൽ ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴേന്ന് വലിച്ചു കൊടുക്കുക. വീണ്ടും ഒരെണ്ണം ഇടുക. ഏറ്റവും താഴത്തുനിന്നുള്ളത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന, നമുക്കിത് ചെയ്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഇയറിങ്സ് ഉണ്ടാക്കാം. നമ്മളുടെ കാലിലിടുന്ന ഒരു പാദസരത്തിന് പകരമായിട്ട് നല്ല ഭംഗിയുള്ള, ഇപ്പോൾ ഷോർട്സൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു കാലിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ പല വെറൈറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഈ ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളുടെ കയ്യിലിടാനുള്ള ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിലിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 അറ്റവും കൂടെ എടുക്കുക. ഏറ്റവും ഈ 2 സൈഡ് കണ്ടോ, ലെഫ്റ്റും റൈറ്റും ഓരോ സൈഡും നമ്മൾ എടുത്തിട്ട് മിഡിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം മിഡിൽ ഭാഗത്ത് ഒരു ഹുക്ക് ഇട്ട് വെച്ചിട്ട്, നമ്മൾ ഹുക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഹുക്ക് നമുക്ക് അവൈലബിൾ ആണ്. ആ 2 റബ്ബർ ബാൻഡും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓരോ അറ്റത്തും 2 അറ്റത്തും നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കാം. 2 അറ്റവും കയറണം കേട്ടോ. ലോക്കാക്കിയിട്ടിട്ട് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കുക. ഹുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇട്ടു. ഇനിയും നമുക്ക് ഏറ്റവും പൊക്കത്തുള്ള ഭാഗം ഇതുപോലെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഹുക്ക് ഇടുക, ലോക്കാക്കി ഹുക്ക് ഇടുക.
കണക്ട് ചെയ്തു. രണ്ടറ്റം കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇടുക. അപ്പോൾ അത് വിട്ടു പോകത്തൊന്നുമില്ല, ഹുക്കിൽ തന്നെ ലോക്കായിട്ട് കിടക്കും. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഊരിയെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡുമാണ്. മാത്രമല്ല നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും റെയിൻബോ ബാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നമ്മളുടെ മോതിരം ആയിട്ടുണ്ടാക്കാം, ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ടാക്കാം, നമ്മുടെ കാലുകളിൽ യൂസ് ചെയ്യാം. മാല ഉണ്ടാക്കാമെന്ന് അറിയാവുന്ന ഒരു മാല, ജസ്റ്റ് ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് മാല പോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ഐഡിയ വെച്ച് പല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മോളൂന് ഇത് ഇട്ട് കൊടുത്താണ്, കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡും വീണ്ടും കാണാം. അപ്പം നമുക്ക് അനുക്കുട്ടിയുടെ വീണ്ടും വ്യത്യസ്തമാർന്ന ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്കത് കാണിച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ അവൾ കാണിച്ചു തരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.